ജേണി വിത്ത് SMJയുടെ സാം സാങ്ച്വറി എന്ന സങ്കീർത്തന പഠന പരമ്പരയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം സങ്കീർത്തനം 2 ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതരാണോ? ജീവിതം കൈവിട്ടു പോകുന്നത് പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചുറ്റുപാടുമുള്ള ലോക വാർത്തകൾ കേൾക്കുമ്പോൾ യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരതകൾ, ദൈവവിശ്വാസത്തിനെതിരെയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ, ഇതിൻ്റെയൊക്കെയും അവസാനം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എല്ലാം മറുപടി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിലെ ഏത് കൊടുങ്കാറ്റുകൾക്കിടയിലും സമാധാനത്തോടെ ഇരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ തലകെട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 4:25-26 വാക്യത്തിൽ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ഇവിടെ ദാവീദാണ് എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു മിശിഹ സങ്കീർത്തനം കൂടിയാണ്. അതായത് ഇതിൻ്റെ വരികൾ ദാവീദിൻ്റെ കാലത്തെക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നവയാണ്. ഈ സങ്കീർത്തനത്തെ 4 ഭാഗങ്ങളായി നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. 1 വാക്യം മുതൽ 3 വാക്യം വരെ ഒരു ഭാഗം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? ഇവിടെ കലഹിക്കുക എന്നത് ഈ വാക്കിന് മൂലഭാഷയായ എബ്രായ ഭാഷയിൽ റഗാഷ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിനർത്ഥം വന്യമൃഗങ്ങൾ ഇരയെ കാണുമ്പോൾ മുരളുന്നത് പോലെ ജാതികൾ ദൈവത്തിനെതിരെ പ്രക്ഷോഭകാരികളായി മാറുന്നു. ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ പദ്ധതികളെ സങ്കീർത്തനക്കാരൻ വ്യർത്ഥമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം സൃഷ്ടാവിനെതിരെ സൃഷ്ടി നടത്തുന്ന ഏതൊരു നീക്കവും അത് മനുഷ്യൻ്റെ പരാജയമാണ്. സൂര്യനെ ഊതിക്കെടുത്തുവാൻ നോക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണ്. ദൈവമില്ലാത്ത ഒരു ലോകം പണിയുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രയത്നങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. വാക്യം 2. യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അഭിഷക്തൻ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതിൻ്റെ മൂലഭാഷയിൽ മിശിഹ എന്നാണ് കാണുവാൻ കഴിയും. ലോകം ദൈവത്തോട് മാത്രമല്ല, ദൈവം തിരഞ്ഞെടുത്ത അഭിഷക്തനായ ക്രിസ്തുവിനോടും എതിർക്കുന്ന അനുഭവം സഭാ ചരിത്രത്തിൽ ഉടനീളമായി ഈ ഒരു അനുഭവം കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ലോകത്തിന് ക്രിസ്തുവിനോട് ഇത്ര അധികം വിരോധം തോന്നുന്നത്? നാം മനസ്സിലാക്കേണ്ടത്, ലോകം ഇരുളിലാണ്, ക്രിസ്തു വെളിച്ചമാണ്. ഇരുട്ടിന് വെളിച്ചത്തെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ ഭരണം മനുഷ്യൻ്റെ പാപ സ്വഭാവത്തിന് തടസ്സമായതുകൊണ്ടാണ് അവനെപ്പോഴും എതിർക്കുന്നത്. വാക്യം 3. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധികളെ, കൽപ്പനകളെ ബന്ധനങ്ങളായി കാണുന്നു, കെട്ടുകളായി കാണുന്നു. മൈ ലൈഫ് മൈ റൂൾ, എൻ്റെ ജീവിതം എൻ്റേതാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്ന് ആധുനിക ലിബറലിസം പറയുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മെ ബന്ധിക്കുന്ന കയറുകളാണോ? ഇല്ല, ഒരിക്കലുമല്ല. ഒരു പട്ടം ആകാശത്ത് ഉയർന്നു പറക്കുന്നത് അത് നൂലിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. നൂല് പൊട്ടിയാൽ പട്ടം ഉയരുകയില്ല, മറിച്ച് താഴെ വീഴുകയുള്ളൂ. ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ തകർച്ച തടയാനുള്ള സംരക്ഷണമാണ് എന്നെപ്പോഴും ഓർക്കുക. ഇനി അതിൻ്റെ 2 ഭാഗത്തിലേക്ക് നമ്മൾ വരാം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 4 വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ നോക്കി പരിഹസിക്കുന്നു. ഭൂമിയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ദൈവം ഇവിടെ ഭയപ്പെടുന്നില്ല. ഇവിടെ നാം വായിച്ചത് ദൈവം ചിരിക്കുന്നുവെന്നാണ്. ലോകത്തിലെ തിന്മകൾ കാണുമ്പോൾ ദൈവം ചിരിക്കുന്നത് ശരിയാണോ? ഈ ഒരു ചിരി എന്തിനെ കാണിക്കുന്നു? അത് പരിഹാസത്തെയല്ല, മറിച്ച് ദൈവത്തിലുള്ള പരമാധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൈന്യവും എല്ലാ സാങ്കേതിക വിദ്യകളും സ്വർഗത്തിന് ദൈവത്തിനെതിരെ വന്നാലും അത് ദൈവത്തിന് എത്ര നിസ്സാരമാണ് എന്ന് ഇതിനെ കാണിക്കുന്നു. നമ്മെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് ദൈവം ചിരിക്കുകയാണ്. കാരണം ആ പ്രശ്നങ്ങൾക്കൊന്നും നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതി തടയാൻ കഴിയത്തില്ല. വാക്യം 5. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ദൈവത്തിൻ്റെ കോപം അത് മനുഷ്യൻ്റെ കോപം പോലെയല്ല, അത് വിശുദ്ധവും അത് നീതിയുമുള്ളതുമാണ്. അവൻ സംസാരിക്കുമ്പോൾ പ്രപഞ്ചം വിറയ്ക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ ഭ്രമിക്കുന്നത്? പാപത്തിൻ്റെ മുൻപിൽ ദൈവിക വിശുദ്ധി വെളിപ്പെടുമ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല.
ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ഒളിക്കുവാൻ ഈ ഭൂമിയിൽ ഒരിടവുമില്ല. വാക്യം 6. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ലോകം ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പദ്ധതി ഇട്ടപ്പോൾ ദൈവം അവനെ രാജാവായി വാഴിച്ചു. സിയോൻ പർവ്വതം എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം, അവൻ്റെ ഭരണം നടക്കുന്ന സ്ഥാനമാണ്. ലോകം തിരസ്കരിച്ചവനെ ദൈവം പരമാധികാരിയാക്കി. ഇതാണ് സുവിശേഷത്തിൻ്റെ സത്ത്. ഭാഗം 3 വരാം. അത് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം: ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം: നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട് ബന്ധിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ യേശുവിന് ഒരു തുടക്കമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇല്ല, യേശു നിത്യദൈവമാണ്. എന്നാൽ മനുഷ്യനായി വന്ന യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ദിനത്തിൽ അവൻ ലോകരക്ഷകനായി ദൈവപുത്രനാണെന്ന് ലോകം അറിഞ്ഞു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അത് അവന് നൽകപ്പെട്ട ഒരു അംഗീകാരമായിരുന്നു. വാക്യം 8: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. യേശു കർത്താവിൻ്റെ ഭരണം ഭൂമിയുടെ അറ്റങ്ങളോളമാണ്. ദർ ഇസ് നോ ലിമിറ്റേഷൻസ്. ലോകം മുഴുവനും അരാജകത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തു രാജാവാണ് എന്ന് പറയുവാൻ സാധിക്കുക? ദൈവരാജ്യം ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം അറിയിക്കുന്ന ഓരോ ഹൃദയത്തിലും ക്രിസ്തു ഇപ്പോൾ രാജാവായി വാഴുന്നു. ഒരു ദിവസം ഇത് ലിറ്ററലി, അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിക്കും. വാക്യം 9: ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇവിടെ ഇരുമ്പ് കോൽ കൊണ്ട് എന്ന ഉദ്ദേശിക്കുന്ന നീതിയുള്ള ഭരണത്തെയാണ്. എന്തുകൊണ്ടാണ് കുശവൻ്റെ പാത്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? കളിമണ്ണ് പാത്രം എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഇരുമ്പുകോൽ അതിന്മേൽ തട്ടിയാൽ അത് തകരും. മനുഷ്യൻ്റെ സാമ്രാജ്യം എത്ര ശക്തിയുള്ളതാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുൻപിൽ അത് എത്ര ദുർബലമാണെന്ന് ഓർക്കുക. 4-ാമത്തെ ഭാഗത്തിലേക്ക് ചിന്തിക്കാം. 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ന്യായവിധിക്ക് മുൻപ് ദൈവം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗം. ദൈവത്തിൻ്റെ മുൻപിൽ കാണിക്കാവുന്ന ഏറ്റവും വലിയ ബുദ്ധി എന്തായിരിക്കും? നാം ദൈവത്തിന് മുൻപിൽ താഴ്മയുള്ളവരാണ് തിരിച്ചറിഞ്ഞ് ദൈവത്തെ അനുസരിക്കുകയാണ് യഥാർത്ഥ ജ്ഞാനം. വാക്യം 11: ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ഇതൊരു വൈരുദ്ധ്യമായ ഒരു ഭാഗമായി നമുക്ക് തോന്നാം. ഭയവും ഉല്ലാസവും. എങ്ങനെയാണ് ഒരേ സമയവും ഭയവും ഉല്ലാസവും തോന്നുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധി നാം തിരിച്ചറിയുമ്പോൾ നാം വിറയ്ക്കും, ഭയഭക്തി ഉണ്ടാകും. എന്നാൽ അവൻ്റെ സ്നേഹം നാം തിരിച്ചറിയുമ്പോൾ നാം ഉല്ലസിക്കും. ഒരു നല്ല പിതാവിനോടുള്ള മകൻ്റെ ബഹുമാനവും സ്നേഹവും പോലെയാണിത്. വാക്യം 12: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുവൻ, അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഇവിടെ ചുംബിക്കുക എന്നത് പുരാതന കാലത്ത് രാജാവിനോട് സ്നേഹവും വിധേയത്വവുമുള്ള ഒരു പ്രകടനമാണ്, ഒരു പ്രജ കാണിക്കുന്ന പ്രകടനമാണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ യേശുവിനെ സ്നേഹത്തോടും ഭക്തിയോടും ചുംബിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ തന്നെയാണോ രാജാവായി വാഴുന്നത്? C.S. സ്പർജൻ എന്ന ദൈവവചന പണ്ഡിതൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു: ലോകം ദൈവത്തോട് യുദ്ധം ചെയ്യുന്നത് സൂര്യനെ അന്ധകാരമാക്കാൻ ശ്രമിക്കുന്നത് പോലെ വിഡ്ഢിത്തമാണ്. അഗസ്റ്റിൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തോട് കലഹിക്കുന്നവർ തങ്ങളുടെ സ്വന്തം സമാധാനത്തെയാണ് നശിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം ദൈവത്തിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ ജോലിയിലോ പ്രതിസന്ധികൾ വരും. എന്നാൽ ആ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, ദൈവം സ്വർഗത്തിൽ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ ഇന്നും നിയന്ത്രണത്തിലാണ്. കേന്ദ്രം കണ്ടെത്തുക. ലോകത്തിലെ ഇൻഷുറൻസുകളോ ബാങ്ക് ബാലൻസോ അല്ല നിങ്ങൾക്ക് സുരക്ഷ നൽകുന്നത്. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവനാണ് ഭാഗ്യവാന്മാർ. നാം എന്താണ് ചെയ്യേണ്ടത്? ഭൂമിയുടെ അറ്റങ്ങളിൽ പുത്രൻ അവകാശമായി നൽകിയിരിക്കുന്നു. അതിനാൽ നാം സുവിശേഷത്തിൻ്റെ സത്യവുമായി മുൻപോട്ട് പോകുക. ക്രിസ്തുവിൻ്റെ ഭരണം എത്താത്ത ഒരിടവുമില്ല. ഈ സങ്കീർത്തനം നൽകുന്ന വലിയൊരു ഉറപ്പാണ്: ജാതികൾ കലഹിക്കാം, എന്നാൽ യേശു എപ്പോഴും വാഴുന്നു. നാം രാജാവിൻ്റെ പക്ഷത്താണോ അതോ രാജാവിനെ എതിർക്കുന്നവരുടെ പക്ഷത്താണോ? യേശുവിനെ രാജാവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും
ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു സങ്കീർത്തനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.